താങ്ക്സ്. ചേട്ടാ, ഇപ്പം 2026 ഇലക്ഷൻ നടക്കുകയാണ്. തകൃതിയായിട്ട് എല്ലാ പാർട്ടിക്കാരും അവരുടെ കാൻഡിഡേറ്റ്സിനെ വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ ചേട്ടൻ്റെ ഒപ്പീനിയൻ എന്താണ്? ഇവിടെ ആരായിരിക്കും ഈ വർഷം സാധ്യത കൂടുതൽ വരുന്നത്? ഈ വർഷം സാധ്യത കൂടുതൽ അങ്ങനെ പറയണമെങ്കിൽ വ്യക്തമായിട്ടൊരു ഇത് പറയാൻ എനിക്ക് അറിയില്ല. എന്നാലും അല്ല, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും, ആര് വരണമെന്നാണ്? വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. ചേട്ടൻ്റെ മണ്ഡലം ഏതായിരുന്നു? നിയോജന മണ്ഡലം ഏതായിരുന്നു? തൃക്കാക്കരയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? അഖിൽമാരാറൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ. ജനങ്ങളാണുള്ള വിധി പറയേണ്ടത്. അതെ. ചേട്ടൻ്റെ അടുത്ത കാൻഡിഡേറ്റിൽ ഇപ്പൊ അഖിൽമാരാർ വന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ചേട്ടൻ്റെ? ഓരോ വ്യക്തികൾക്കും അവർക്ക് ഇതിന് വരാമല്ലോ. ഓക്കെ, അവിടെ ആർക്കായാലും കാൻഡിഡേറ്റ് ആവാം, തെറ്റ് വരുന്നില്ല. അഖിൽമാരാറെന്നല്ല, ഇപ്പൊ രമേശ് മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന ആള്, അത് ഓരോ വ്യക്തികളുടെ തീരുമാനമാണ് ആര് ജയിക്കണം, ആര് ജയിപ്പിക്കണം. കേരളത്തിന്റെ സാഹചര്യം വെച്ച് ഈ വട്ടം BJPക്ക് സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ചില സാധ്യതകൾ കാണുന്നുണ്ട്. ചില സീറ്റുകളിൽ അത്യാവശ്യം കാണുന്നുണ്ട്. പിന്നെ ഇതിപ്പോ ഇലക്ഷൻ ആണല്ലോ, ചിലപ്പോ മറിയാം, എന്ത് വേണമെങ്കിലും ആവാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റബിൾ അല്ല. ഇലക്ഷൻസ് എപ്പോഴും അങ്ങനെയാണല്ലോ. ഓക്കെ, താങ്ക്സ് ചേട്ടാ. താങ്ക് യു.